Hello, my dear students. Welcome all. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മുടെ ഫങ്ഷണൽ ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. മെയിൻലി ഇതൊരു ഗ്രാമർ പേപ്പറാണ്. കമ്മ്യൂണിക്കേഷനും ഒക്കെ വരുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണിത്. നമ്മൾ നേരത്തെ പഠിച്ച ലിറ്റ്മോസ്ഫിയറിൽ നിന്നും വ്യത്യാസമുണ്ട് ഈ ഒരു പേപ്പർ, കാരണം ഇത് ഡീൽ ചെയ്യുന്നത് ഗ്രാമറാണ് എന്നുള്ളതുകൊണ്ട്. ഓക്കെ, പക്ഷേ പഠിക്കാനൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഗ്രാമറാണ്, ബേസാണ്. അപ്പോൾ ഇതിൽ 3 മൊഡ്യൂളാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു 3 മൊഡ്യൂളാണ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് സിൻടാക്സ്. ഈ സെന്റൻസ് സ്ട്രക്ചർ, സെന്റൻസിൽ വരുന്ന കുറെ കാര്യങ്ങൾ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക് ഗ്രാമർ ആണ്. അതായത് ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻ, ടെൻസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, അതേപോലെ തന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നതാണ് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്കിൽസ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. അതിൽ നമ്മൾ ഫോർമൽ ആയിട്ടുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ ഒരു മീറ്റിങ്ങിന് മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മെമ്മോസ് എഴുതുമ്പോൾ, ഒരു ഇമെയിൽ അയക്കേണ്ടത് എങ്ങനെയാണ്, ലെറ്റർ എങ്ങനെയാണ് എഴുതേണ്ടത്, ഒരു റെസ്യൂമെ എങ്ങനെയാണ് എഴുതേണ്ടത്, റിവ്യൂ, കേസ് സ്റ്റഡീസ്, പിന്നെ പ്രസന്റേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ബേസ്, ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ വശങ്ങൾ എന്നുള്ളതാണ് തേർഡ് മൊഡ്യൂളിൽ ഉള്ളത്. അപ്പോൾ 3 മൊഡ്യൂളാണ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് സിൻടാക്സ് ആണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ നമ്മുടെ ലിറ്റ്മോസ്ഫിയറിന്റെ ടെക്സ്റ്റ് ENG1A01 ആയിരുന്നു. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഈ ഒരു ഫങ്ഷണൽ ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പർ ENG1A02 ആണ്. 02 ആണ്. ജസ്റ്റ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു മാത്രം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഇതും കൂടി പറയട്ടെ. ഫസ്റ്റ് മൊഡ്യൂളിൽ 9 യൂണിറ്റ് ആണ്, 9 ചാപ്റ്റേഴ്സ് ആണുള്ളത്. സെക്കൻഡ് മൊഡ്യൂളിൽ 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. തേർഡ് മൊഡ്യൂളിൽ 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഓക്കെ, വേർഡ് ഓർഡർ ആൻഡ് സെന്റൻസ് പാറ്റേൺ ആണ്. വേർഡ് ഓർഡർ ആൻഡ് സെന്റൻസ് പാറ്റേൺ. അപ്പോൾ ഈ വേർഡ് ഓർഡർ ആൻഡ് സെന്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത് എന്താ, ഒരു സെന്റൻസ്, അതായത് ഒരു സെന്റൻസിൽ എന്തുണ്ട്, സെന്റൻസിന് ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ. ആ ഒരു സെന്റൻസിന് സ്ട്രക്ചർ ഉണ്ടാവുമ്പോഴേ എന്താവുള്ളൂ, അത് വായിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് അത് മീനിങ് ഫുൾ ആവുന്നത് ആ സെന്റൻസിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവുമ്പോഴാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പോൾ ഒരു വേർഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യും, ആ സെന്റൻസിന്റെ മീനിങ് മാറും. ആ കാര്യം നമുക്ക് അറിയണമല്ലോ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് വേർഡ് ഓർഡർ എന്ന് പറയുന്ന വേർഡ് കോൺസെപ്റ്റ് വേറെ രീതിയിൽ പറയുന്നത് വേർഡ് ഓർഡർ ഓർ സിൻടാക്സ്. വേർഡ് ഓർഡറിനെ തന്നെയാണ് എന്ത് പറയാ, സിൻടാക്സ് എന്ന് പറയുന്നത്. സിൻടാക്സ് മീൻസ് ദ വേ ഹൗ വേർഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ ഓർഡർ ടു ഫോം എ മീനിങ് ഫുൾ ഫ്രേസ്, ക്ലോസ് ഓർ സെന്റൻസ്. അതായത് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രേസ് ആക്കാനോ, അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള അർത്ഥം കിട്ടുന്ന ഒരു ക്ലോസോ അർത്ഥം കിട്ടുന്ന ഒരു സെന്റൻസോ ആക്കാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, വാക്കുകളെ കറക്റ്റായിട്ട് ലോജിക്കലായിട്ട് അതിന്റെ പ്രാക്ടിക്കലായിട്ട് അതിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്, അറേഞ്ച് ചെയ്താൽ മാത്രമേ ആ ഒരു സെന്റൻസ് വായിച്ചാൽ എന്താവുള്ളൂ, മീനിങ് ഫുൾ ആവുള്ളൂ, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അർത്ഥം മനസ്സിലാവുള്ളൂ എന്നാണ്. അപ്പോൾ വേർഡ് ഓർഡറിന് പറയുന്ന മറ്റൊരു പേരാണ് സിൻടാക്സ്. അപ്പോൾ വേർഡ് ഓർഡർ ഓർ സിൻടാക്സ് മീൻസ് how the words are arranged in a logical order to form a meaningful sentence. Okay, അതാണ്. അപ്പോൾ ഒരു സെന്റൻസിൽ വേർഡുകൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, അതിൽ നിന്ന് മീനിങ് കിട്ടുള്ളൂ എന്നാണ് വേർഡ് ഓർഡർ അല്ലെങ്കിൽ സിൻടാക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു സെന്റൻസ് സ്ട്രക്ചേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ സെന്റൻസ് പല രീതിയിലുള്ള പലതരത്തിലുള്ള സെന്റൻസുകളുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻലി ഇംഗ്ലീഷ് ഗ്രാമറിൽ പറയുന്നത് 5 തരത്തിലുള്ള സെന്റൻസ് ആണ്. ബേസിക് ആയിട്ട് 5 തരത്തിലുള്ള സെന്റൻസസ് ഉണ്ട്. അതിലൊന്നാണ് നമ്മളിവിടെ പറഞ്ഞ ഒന്ന്. എന്നിട്ട് കണ്ടോ, SV എന്നുള്ളത് കണ്ടുണ്ടാവും. SV. രണ്ടാമത്തതാണ് SVO. മൂന്നാമത്തത് SVC. 4 SVOC. 5 SVOO. ഇങ്ങനെ 5 രീതിയിലുള്ള സെന്റൻസ് സ്ട്രക്ചേഴ്സ് ആണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ ഉള്ളത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് SV ആണ്. SV എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വെർബ്. സബ്ജക്റ്റും വെർബും മാത്രമുള്ള സെന്റൻസുകളെ നമുക്ക് എന്ത് പറയാം, SV പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സബ്ജക്റ്റ്
എസ് സബ്ജക്റ്റും ബി എന്ന് പറയുന്നത് വെർബുമാണ്. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറയുന്നതും വെർബ് എന്ന് പറയുന്നത് ആക്ഷൻ, ക്രിയ എന്നൊക്കെ പറയുന്നതാണ് അല്ലെ. അപ്പോൾ സബ്ജക്റ്റും വെർബും മാത്രമുള്ളതും എന്തിനാണ്? സെന്റൻസ് ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു മീനിങ് കിട്ടും. അതുകൊണ്ട് ആ ഒരു സെന്റൻസ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ദ സബ്ജക്ട് കംസ് ബിഫോർ ദ വെർബ് ഇൻ അഫോർമേറ്റീവ് സെന്റൻസ്. ഇങ്ങനെയുള്ള സെന്റൻസിൽ, അതായത് SV പാറ്റേൺ ഉള്ള സെന്റൻസിൽ സബ്ജക്റ്റ് ആണ് ആദ്യം വരിക എന്നാണ് ഇവിടെ പറയുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താവും? അപ്പൊ നമ്മൾ സബ്ജക്റ്റ് വെർബ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സബ്ജക്റ്റ് എന്നുള്ളത് എന്താണെന്ന് അറിയാത്തവരുണ്ടാവും. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് ഈസ് ഈക്വൽ ടു, സമം എന്നൊക്കെ ഇട്ടിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈസ് ദ പേഴ്സൺ ഓർ തിങ് ദ പെർഫോമിങ് ദ ആക്ഷൻ, യൂഷ്വലി എ നൗൺ ഓർ പ്രൊനൗൺ. അതെന്താവാം? ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു വസ്തു ആവാം, അല്ലെങ്കിൽ ഒരു നൗണോ നാമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊനൗൺ, ഹി ഷീ ഇറ്റ് എന്നൊക്കെ പറയുന്നത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ആവാം ഏത്? സബ്ജക്റ്റ് എന്നാണ്. അപ്പൊ സബ്ജക്റ്റില് പേരോ വ്യക്തിയോ വസ്തുവോ പ്രൊനൗണോ എന്തും സബ്ജക്റ്റിൽ ഉൾപ്പെടുന്നതാണ്. ഇനി എന്താണ് വെർബ്? നമ്മൾ പറഞ്ഞു വെർബ് എന്ന് പറഞ്ഞ ആക്ഷൻ ആണ്, ക്രിയ ആണെന്ന് പറഞ്ഞു. ഇറ്റ് ഐഡന്റിഫൈസ് ദ ആക്ഷൻ. ഇത് ക്രിയ ആണ്, എന്ത്? വെർബ് എന്ന് പറയുന്നത്. അപ്പൊ SV സെന്റൻസിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. സീത ഡാൻസസ്. കണ്ടോ, ഇവിടെ സീത എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. സീത എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് അല്ലെ. ഡാൻസസ് എന്ന് പറയുന്നത് എന്താ? ഡാൻസസ് എന്ന് പറയുന്നത് എന്താ? വെർബാണ് അല്ലെ. സീത ഡാൻസസ് എന്ന് പറയുന്നത് സീത സബ്ജക്റ്റും ഡാൻസസ് വെർബുമാണ്. സീത സിംഗുലർ ആയതുകൊണ്ടാണ് ഇവിടെ ഡാൻസേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബോയ്സ് പ്ലേ, രണ്ടാമത്തെ സെന്റൻസ് ഉണ്ടോ? ബോയ്സ് പ്ലേ. ഇവിടെ ബോയ്സ് എന്നുള്ളത് എന്താ? നമ്മൾ നാമം, പേര് ഒക്കെ എന്തിൽ വരുന്നതാണ്? സബ്ജക്റ്റിൽ വരുന്നതാണ്. പ്ലേ എന്ന് പറയുന്നത് എന്താ? ആക്ഷൻ ആണ്, ക്രിയയാണ് അല്ലെ, കളിക്കുകയാണ്. അപ്പോ പ്ലേ എന്നുള്ളത് വെർബാണ്. ദെൻ രാജ് ഈസ് റണ്ണിങ്. രാജ് എന്ന് പറയുന്നത് എന്താ? രാജ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് അല്ലെ, സബ്ജക്റ്റ് ആണ്. ഈസ് റണ്ണിങ് എന്ന് പറയുന്നത് എന്താ? വെർബാണ്, വെർബാണ്. അപ്പൊ അത് എന്ത് പാറ്റേൺ സെന്റൻസിന് ഉദാഹരണമാണ്? SV പാറ്റേണിന് ഉദാഹരണമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഞങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഇങ്ങനെ കളർ ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. അതായത് ഇത് ആദ്യത്തേത് സബ്ജക്റ്റും രണ്ടാമത്തെ കളർ ചെയ്ത സെന്റൻസ് വെർബുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസ് ആണ് SV പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി SVO രണ്ടാമത്തേതാണ്. SVO നമ്മൾ പറഞ്ഞു എസും വിയും നമുക്കറിയാം. ഇനി O മാത്രമേ നമുക്ക് അറിയേണ്ടുള്ളൂ. O എന്താ? ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റ്. അതായത് അപ്പൊ SVO പാറ്റേണിൽ എന്തുണ്ടാവും? സബ്ജക്റ്റ് ഉണ്ടാവും, വെർബ് ഉണ്ടാവും, ഒബ്ജക്റ്റ് ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? ഇവിടെ നേരത്തെ നമ്മൾ SV മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു സാധനം കൂടി, അതാണ് ഒബ്ജക്റ്റ്. ദ ഒബ്ജക്ട്സ് കംസ് ആഫ്റ്റർ ദ വെർബ്. അതായത് സബ്ജക്റ്റ് വന്നു, വെർബ് വന്നു, വെർബിന് ശേഷം എന്ത് വരും? ഒബ്ജക്റ്റ് വരും. അങ്ങനെയുള്ള സെന്റൻസ് ആണ് SVO എന്ന് പറയുന്നത്. ദ വെർബ് വിച്ച് ക്യാരീസ് ആൻ ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് ട്രാൻസിറ്റീവ് വെർബ്. അതായത് ഒരു വെർബിന്റെ തുടർച്ചയായിട്ട് ഒബ്ജക്റ്റ് വരുന്ന സെന്റൻസുകളെ എന്തും പറയാം, അല്ലെങ്കിൽ സോറി, ഒരു വെർബിന്റെ ശേഷം ഒബ്ജക്റ്റ് വരുന്ന വെർബിനെ എന്ത് പറയാം? ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയേക്കാം. ആലോചിച്ച് തലമുണ്ടാവേണ്ട ആവശ്യമില്ല. ഇവിടെ വെർബിന് ശേഷം ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ ഒരു വെർബ് ഒരു ഒബ്ജക്റ്റീവിനെ ക്യാരി ചെയ്യാന്ന് പറഞ്ഞാൽ വെർബിന് ശേഷം ഒബ്ജക്റ്റീവ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു വെർബിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിറ്റീവ് വെർബ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അതിന് SVO പാറ്റേൺ ഓഫ് സെന്റൻസസിന് എക്സാമ്പിൾ ആണ് ഹി റീഡ്സ് എ സ്റ്റോറി. കണ്ടോ, ഞാൻ 3 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹി എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. റീഡ് ചെയ്യുക, റീഡ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ്. വായിക്കുക എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്. എന്താ വായിക്കുന്നത്? എ സ്റ്റോറി അല്ലെ. അപ്പൊ എ സ്റ്റോറി എന്ന് പറയുന്നതാണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അവൻ വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത്? എ സ്റ്റോറി അല്ലെ. അപ്പൊ ഇവിടെ ഹി സബ്ജക്റ്റ്, റീഡ് വെർബ്, എ സ്റ്റോറി എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. ദെൻ എ ലയൺ കിൽഡ് എ ഡിയർ. അപ്പൊ ഇവിടെ എ ലയൺ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എ ലയൺ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. കിൽഡ് എന്ന് പറയുന്നത് എന്താ? എന്താണ് കിൽഡ് എന്ന് പറയുന്നത്? കിൽഡ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. സോറി, ഒബ്ജക്റ്റ് അല്ല, ഞാൻ ഇതിൽ ശ്രദ്ധിച്ചു പോയി. ഒരു മിനിറ്റ്.
കിൽഡ്. കിൽഡ് എന്ന് പറയുന്നത് വെർബാണ് അല്ലെ. നമ്മൾ പറഞ്ഞു SVO ആണ്. അതിന്റെ പാറ്റേൺ നോക്കുക. സബ്ജക്റ്റ് ആദ്യം വരും, പിന്നെ വെർബ് വരും, പിന്നെ ഒബ്ജക്റ്റ് വരും. അപ്പൊ എല എന്നുള്ളത് സബ്ജക്റ്റ്, കിൽഡ് എന്ന് പറയുന്നത് ക്രിയയാണ്, ഡിയർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പോ ഒരു സിംഹം കൊന്നു. എന്തിനാണ് കൊന്നത്? ഒരു മാനിനെയാണ് കൊന്നത്. അപ്പോ മാൻ എന്ന് പറയുന്നത് ഇവിടെ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, മാൻ എന്ന് പറയുന്നത് എന്താ? അവിടെ ഒബ്ജക്റ്റ് ആണ്. പിന്നെ അഞ്ജിത ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. മറ്റൊരു എക്സാമ്പിൾ ആണ്. അഞ്ജിത ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. അഞ്ജിത ആരാണ്? ഇവിടെ സബ്ജക്റ്റ് ആണ് അല്ലെ. ഈസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താ? ഈസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? വെർബാണ് അല്ലെ. വെർബാണ്. എന്താണ് എഴുതുന്നത്? ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലെറ്റർ ആണ് അല്ലെ. അപ്പോ ഇതാണ് SVO പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, SVO പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ SV പഠിച്ചു, SVO പഠിച്ചു. ദെൻ നെക്സ്റ്റ് SVC. SVC എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നത് അല്ലെ, വെർബിന് ശേഷം ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നത്. ഇത് ഈ ടൈപ്പ് മാറി. ഇവിടെ സി എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ആണ്. അവിടെ ഒബ്ജക്റ്റ് ഇല്ല, പകരം എന്താണ് അവിടെ ഉള്ളത്? കോംപ്ലിമെന്റ് ആണുള്ളത്. ഒബ്ജക്റ്റ് നേരത്തെ SVO ആയിരുന്നു, ഇപ്പോൾ SVC ആണ്. അപ്പോൾ മൂന്നാമത്തെ ഒരു സെന്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത് SVC ആണ്. ഇതിൽ ആദ്യം സ്വാഭാവികമായിട്ടും എന്ത് വരും? സബ്ജക്റ്റ് വരും. രണ്ടാമത് എന്ത് വരും? വെർബ് വരും. മൂന്നാമത്തെ C എന്ന് പറയുന്നതാണ് കോംപ്ലിമെന്റ്. ഇവിടെ ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോംപ്ലിമെന്റ് എന്താണെന്നുള്ളതാണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ കോംപ്ലിമെന്റ് ഫോളോസ് എ ലിങ്കിങ് വെർബ്. ഇറ്റ് ക്യാൻ ബി നൗൺ ഓർ അഡ്ജക്റ്റീവ്. അപ്പോൾ വെർബുമായിട്ട് വെർബിനെ ലിങ്ക് ചെയ്യുന്ന ഒന്നാണ് കോംപ്ലിമെന്റ്. അതായത് വെർബുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന ഒന്നിനെയാണ് എന്ത് പറയാ? കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അത് ഒരു പക്ഷെ ഒരു നാമമാവാം, ഒരു നൗൺ ആവാം, അല്ലെങ്കിൽ ഒരു ആഡ്ജക്റ്റീവ് ആവാം എന്നുള്ളതാണ്. അപ്പോൾ ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? വെർബിനെ എന്താ പറയാ? അപ്പോ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞത് എവിടെയാണ് വായിക്കുന്നത്? യെസ്. അപ്പോൾ കോംപ്ലിമെന്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എ കോംപ്ലിമെന്റ് ഫോളോസ് എ ലിങ്കിങ് വെർബ്. ഇറ്റ് ക്യാൻ ബി എ നൗൺ ഓർ അഡ്ജക്റ്റീവ്. അപ്പോൾ കോംപ്ലിമെന്റ് അതായത് ഒരു ലിങ്കിങ് വെർബിനെ ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും എന്ത്? കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെർബിനെ തുടർന്ന് വരുന്ന ഒന്നാണ് ഇവിടെ കോംപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് എന്തൊക്കെ ആവാം? ഒരു നാമമാവാം, അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് ആവാം എന്നാണ്. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. നൗണിനെ അല്ലെങ്കിൽ പ്രൊനൗണിനെ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ. അവിടെ ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ അല്ലെ. അവിടെ ഈ ഫ്ലവേഴ്സ് എന്നുള്ളത് എന്താണ്? സബ്ജക്റ്റ് ആണ്. ഇവിടെ വെർബ് ആണ് എന്ത്? ആർ അല്ലെ. വെർബാണ് ആർ എന്ന് പറയുന്നത്. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്താണ്? ഇത് ലിങ്കിങ് വെർബാണ്. അപ്പോൾ ഇവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഈ ഫ്ലവേഴ്സിനെ അതല്ലെങ്കിൽ ഈ ഒരു നൗണിനെ എന്താ പറയാ? നൗണിനെ ഡിഫൈൻ ചെയ്യുന്ന ഒന്നാണ്, അല്ലെങ്കിൽ നൗണിനെ ഒന്നുകൂടി കാണിച്ചു തരുന്ന, ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ് ഇവിടെ ബ്യൂട്ടിഫുൾ എന്നുള്ളത്. ഫ്ലവേഴ്സ് ഭംഗിയുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഫ്ലവേഴ്സിന് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു വേർഡാണ് ഇവിടെ ബ്യൂട്ടിഫുൾ എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ എന്നുള്ളത് SVC സെന്റൻസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ SVC എന്നുള്ളത് ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ. ദെൻ ഷീല ഈസ് എ ഡാൻസർ. ഇവിടെ ഷീല ഈസ് എ ഡാൻസർ. കണ്ടോ? ഷീല എന്താണ്? സബ്ജക്റ്റ് ആണ്. ഈസ് എന്ന് പറയുന്നത് ഇവിടെ വെർബാണ്. എ ഡാൻസർ എന്നുള്ളത് എന്താണ്? കോംപ്ലിമെന്റ് ആണ്. ഷീല വെറുതെ ഒരു സ്ത്രീ അല്ല, എന്താണ്? ഒരു ഡാൻസറും കൂടിയാണ്. ഷീലനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു വേർഡാണ് ഇവിടെ ഡാൻസർ എന്നുള്ളത്. അപ്പോൾ ഡാൻസർ എന്ന് പറയുന്നത് ഇവിടെ കോംപ്ലിമെന്റ് ആണ്. ഓക്കെ. ദെൻ ടുമോറോ വിൽ ബി എ ഹോളിഡേ. മൂന്നാമത്തെ സെന്റൻസ് ടുമോറോ വിൽ ബി എ ഹോളിഡേ. ടുമോറോ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. വിൽ ബി എന്ന് പറയുന്നത് ഇവിടെ വെർബായിട്ട് വരുന്നതാണ്. എ ഹോളിഡേ അവധിയാണ് എന്ന് പറയുന്നത് എന്താണ്? നാളെ അവധിയാണ്. അപ്പൊ നാളത്തെ ദിവസത്തെ കോംപ്ലിമെന്റ് ചെയ്യാണ് എ ഹോളിഡേ എന്നുള്ളത്. അപ്പോൾ ടുമോറോ വിൽ ബി എ ഹോളിഡേ എന്നുള്ളതും SVC പാറ്റേണിന് എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് SVOC ആണ്. SVOC എന്ന് പറയുന്നത്
സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, കോംപ്ലിമെന്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ SVയും SVOയും SVCയും പഠിച്ചു അല്ലെ. അപ്പൊ ഇതിലുള്ള എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സെന്റൻസ് ആണ് SVOC. അതായത് S സബ്ജക്റ്റ്, V വെർബ്, O ഒബ്ജക്റ്റ്, C കോംപ്ലിമെന്റ്. അപ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, കോംപ്ലിമെന്റ് കണ്ടോ. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് എന്താ നോക്കാം. The students sang the song loudly. കണ്ടോ, the students sang the song loudly. The students എന്ന് പറയുന്നത് ഇവിടെ എന്താ, സബ്ജക്റ്റ് ആണ്. sang പാടുക എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ് അല്ലെ, അപ്പൊ വെർബാണ്. the song എന്താ പാടിയത്, സോങ് ആണ്, പാട്ടാ പാടിയത്. അതെന്താണ്, ഒബ്ജക്റ്റ് ആണ്. എങ്ങനെ പാടിയത്, ആ പാട്ട് എങ്ങനെ പാടിയത്, ആ ഒരു പിന്നെ എന്താ പറയാ, ആ ഒരു സബ്ജക്റ്റിനെ എന്താ പറയാ, കോംപ്ലിമെന്റ് ചെയ്യാണ്. സ്റ്റുഡൻസ് എങ്ങനെ പാടുന്നത്, ഒച്ചത്തിലാ പാടുന്നത്. അപ്പൊ ലൗഡ്ലി എന്ന് പറയുന്നത് ഇവിടെ കോംപ്ലിമെന്റ് ആണ്. മനസ്സിലാവുണ്ടോ. ഇവിടെ ആ ഒരു സബ്ജക്റ്റിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒന്നാണ് ഇവിടെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. കുട്ടികൾ എങ്ങനെ പാടുന്നത്, ഉറക്കനെ പാടുന്നത് എന്നുള്ളത്. അപ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, കോംപ്ലിമെന്റ്. ഓക്കെ. ദെൻ മാരി കൺസിഡേഴ്സ് ദ ഗിഫ്റ്റ് ആസ് എ ടോക്കൺ ഓഫ് ലവ്. അപ്പൊ മാരി പിന്നെ അവൾക്ക് കിട്ടിയ സമ്മാനം ഒരു സ്നേഹത്തിന്റെ ഒരു ഇതായിട്ടാണ് കാണുന്നത് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു സെന്റൻസ് ആണ്. മാരി എന്ന് പറയുന്നത് എന്താ, സബ്ജക്റ്റ് ആണ്. കൺസിഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, വെർബാണ്. ദ ഗിഫ്റ്റ് ആണ് ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. മാരി എങ്ങനെയാണ് അതിനെ കാണുന്നത്, ആസ് എ ടോക്കൺ ഓഫ് ലവ്. അപ്പൊ മാരി കാണുന്ന അത് കോംപ്ലിമെന്റ് ആയിട്ടാണ് കാണുന്നത്. എങ്ങനെ കാണുന്നത്, ആസ് എ ടോക്കൺ ഓഫ് ലവ്. അപ്പൊ ആസ് എ ടോക്കൺ ഓഫ് ലവ് എന്നുള്ളത് എന്താ, കോംപ്ലിമെന്റ് ആണ്. മനസ്സിലാവുണ്ടോ. അപ്പൊ മാരി സബ്ജക്റ്റ്, കൺസിഡർ വെർബ്, ദ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്, ആസ് എ ടോക്കൺ ഓഫ് ലവ് എന്ന് പറയുന്നത് കോംപ്ലിമെന്റ്. Then I will make the pizza next time. I will make the pizza next time. I എന്താ, സബ്ജക്റ്റ് ആണ്. will make എന്ന് പറയുന്നത് ഇവിടെ വെർബാണ്. എന്താ ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, പിസയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എപ്പോഴാണ് ഉണ്ടാക്കുന്നത്, അടുത്ത തവണ. അപ്പോൾ ഐ എന്നുള്ളതിനെ എന്താ പറയാ, കോംപ്ലിമെന്റ് ചെയ്യാണ്. ഞാൻ അടുത്ത തവണയാണ്, ഞാൻ ഇപ്പോഴല്ല അടുത്ത തവണയാണ് എന്നുള്ളതാണ്. അപ്പൊ നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇവിടെ കോംപ്ലിമെന്റ് ആണ്. അപ്പോൾ SVOC. ഓക്കെ. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു പോകുന്നതിനേക്കാളും നല്ലത് നമ്മൾ ആ ഒരു സെന്റൻസ് സ്ട്രക്ചർ നോക്കിയിട്ട് അത് മനസ്സിലാക്കി പോവാണ് നല്ലത്, ഗ്രാമർ ആയതുകൊണ്ട്. ദെൻ അഞ്ചാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് SVOO ആണ്. അപ്പൊ ഇവിടെ രണ്ട് O ഉണ്ട്. ഒരു O എന്ന് പറയുന്നത് നമുക്കറിയാം ഒബ്ജക്റ്റ് ആണ്. O എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ SVOO എന്നാണ്. അപ്പൊ SVOO എന്ന് പറഞ്ഞാൽ എന്താ, സബ്ജക്റ്റ്, വെർബ്. ആദ്യത്തെ O എന്താ, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ആദ്യത്തെ O ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. രണ്ടാമത്തെ O എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പോ സബ്ജക്റ്റ്, വെർബ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അതാണ് ഈ O എന്നുള്ളത്. അപ്പൊ O എന്ന് കണ്ടാല് ഒബ്ജക്റ്റ് ആണ്, പക്ഷെ ഡബിൾ O കണ്ടാല് ഒന്ന് ഡയറക്റ്റ് ഒബ്ജക്റ്റും ഒന്ന് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. ആദ്യം വരുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, ലാസ്റ്റ് ആണ് എന്ത് വരിക, ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരിക. ആദ്യം ഡയറക്റ്റ് ഒബ്ജക്റ്റ് എഴുതരുത്, ആദ്യം എന്താ വരിക, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് വരിക. അപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കാം. ദ ടീച്ചർ ഗേവ് ഹിം എ പ്രസന്റ്. കണ്ടോ, ദ ടീച്ചർ ഗേവ് ഹിം എ പ്രസന്റ്. ദ ടീച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം സബ്ജക്റ്റ് ആണ്. ഗേവ് കൊടുത്തു, അതൊരു ആക്ഷൻ ആണ്, അതുകൊണ്ട് വെർബാണ്. ഹിം ആർക്കാ കൊടുത്തത്, അവനാണ് കൊടുത്തത്. അവൻ എന്ന് പറയുന്നത് എന്താ ഇവിടെ, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, അവനാണ് കൊടുത്തിട്ടുള്ളത്. എന്താ കൊടുത്തിട്ടുള്ളത്, എ പ്രസന്റ്. അതാണ്, അത് നേരിട്ട് പറയുന്നുണ്ട്. അവൻ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്, ഇൻഡയറക്ട്ലി ആണ് പറയുന്നത് അവന് എന്നുള്ളത്. അപ്പോൾ നേരിട്ടുള്ള സാധനം എന്താ, ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്താണ്, ഒരു സമ്മാനം, ഒരു സമ്മാനമാണ് കൊടുക്കുന്നത്. പ്രസന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ദെൻ ജോൺ ടോൾ ദ ക്രൂ എ സ്റ്റോറി. ജോണ് ടോൾ ദ ക്രൂ എ സ്റ്റോറി. ഇവിടെ ജോൺ സബ്ജക്റ്റ്, ടോൾഡ് എന്ന് പറയുന്നത് വെർബ്, ദ ക്രൂ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. എന്താ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, ഒരു കഥയാണ്. അപ്പൊ അതൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ദെൻ ഇർഫാന റൈറ്റ്സ് മീ എ ലെറ്റർ. ഇർഫാന എന്ന് പറയുന്നത് സബ്ജക്റ്റ്, റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, വെർബാണ്. മീ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. എ ലെറ്റർ എന്നുള്ളത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഇങ്ങനെ 5 രീതിയിലുള്ള സെന്റൻസ് പാറ്റേൺ ആണ് ബേസിക് ആയിട്ട് സെന്റൻസിൽ, ഗ്രാമറിൽ, സെന്റൻസിൽ ഉള്ളത്. ഇനി കുറച്ച്
ബേസിക് ആയിട്ടുള്ള കുറച്ച് എക്സസൈസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ അതിന്റെ ആൻസർ ഇതിന്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ബേർഡ്സ് ഫ്ലൈ, ഇത് ഏത് തരത്തിലുള്ള സെന്റൻസ് പാറ്റേൺ ആണെന്ന് നോക്കാനാണ് പറയുന്നത്. ബേർഡ്സ് ഫ്ലൈ കണ്ടോ, ബേർഡ്സ് ഫ്ലൈ, ബേർഡ്സ് സബ്ജക്റ്റ്, ഫ്ലൈ വെർബ്. ദെൻ ലത സാങ് എ സോങ്, ലത എന്ന് പറയുന്നത് സബ്ജക്റ്റ്, സാങ് പാടുക എന്ന് പറയുന്നത് വെർബാണ്. എന്താ പാടിയിട്ടുള്ളത്? എ സോങ് ആണ്, അപ്പൊ അത് ഒബ്ജക്റ്റ് ആണ്. ദെൻ ജെയിൻ റീഡ്സ് ഹർ സിസ്റ്റർ എ സ്റ്റോറി, ഇവിടെ ജെയിൻ റീഡ്സ് ഹർ സിസ്റ്റർ എ സ്റ്റോറി, സബ്ജക്റ്റ് വെർബ്, ഹർ സിസ്റ്റർ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, എ സ്റ്റോറി ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇവിടെ ആയി എന്നാണ് എഴുതിയത്, സോറി. Then the girls sing loudly. The girls sing loudly. Next sentence, the girls sing loudly. The girls subject, sing verb, loudly. Loudly എങ്ങനെ പാടുന്നത്? ഉറക്കനെയാണ് പാടുന്നത്. ഉറക്കനെ പാടുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? കോംപ്ലിമെന്റ് ആണ്. Then he lost his watch. He lost his watch. എന്താണ്? He subject, lost verb. എന്താണ് നഷ്ടപ്പെട്ടുള്ളത്? ഹിസ് വാച്ച് ആണ്, അതൊരു ഒബ്ജക്റ്റ് ആണ്. ദെൻ ദേ പ്ലേ ഇൻ ദ പാർക്ക്. ദേ പ്ലേ ഇൻ ദ പാർക്ക്. അപ്പൊ ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, പ്ലേ എന്ന് പറയുന്നത് വെർബ്, ഇൻ ദ പാർക്ക് എവിടെയാണ് ഉള്ളത്? ഇൻ ദ പാർക്കിലാണ്. അപ്പോ അവരെവിടെ കളിക്കുന്നത്? ഇൻ ദ പാർക്കിലാണ്. അപ്പൊ ഇൻ ദ പാർക്ക് എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലിമെന്റ് ആണ്. പിന്നെ ഉള്ളത് ദ റിവർ ഫ്ലോഡ് സ്ലോലി, അത് SVC പാറ്റേൺ ആണ്. പിന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. ദ റിവർ ഫ്ലോഡ് സ്ലോലി, ദ റിവർ സബ്ജക്റ്റ്, ഫ്ലോഡ് വെർബ്, സ്ലോലി കോംപ്ലിമെന്റ്. ടോമി ഫെൽ ഓഫ് ദ സ്വിംഗ്, ടോമി സബ്ജക്റ്റ്, ഫെൽ ഓഫ് എന്ന് പറയുന്നത് വെർബ്, ദ സ്വിംഗ് എന്ന് പറയുന്നത് കോംപ്ലിമെന്റ്. ആഷ്ലി ലേൺ ടു റൈഡ് എ ബൈക്ക്, ആഷ്ലി സബ്ജക്റ്റ് ആണ്, ലേൺ എന്ന് പറയുന്നത് വെർബാണ്, ടു റൈഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. എന്താണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്? എ ബൈക്ക് എന്നുള്ളത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. മൈ ആൻറ്റി വാച്ച് ഹൊറർ മൂവീസ്, മൈ ആൻറ്റി സബ്ജക്റ്റ് ആണ്, വാച്ച് എന്ന് പറയുന്നത് വെർബാണ്, ഹൊറർ മൂവീസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ സെന്റൻസ് പാറ്റേൺ, സെന്റൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ഇത് വെറുതെ ഗൂഗിളിലൊക്കെ ഒന്ന് തപ്പി നോക്കിയിട്ട് നിങ്ങൾ സ്വയം ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ ഇനി എക്സസൈസ് 2 ആണ്. നോക്കാം. മേക്ക് അറ്റ്ലീസ്റ്റ് 2 സെന്റൻസ് ഓഫ് യുവർ ഓൺ ഫോർ ദ ഫോളോയിങ് സെന്റൻസ്. എന്താണ്? കുറച്ച് സെന്റൻസുകൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് സെന്റൻസ് പിന്നെ ഉണ്ട്. ഷീ SVOOക്ക് എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. SVOOക്കാണ്, അതായത് സബ്ജക്റ്റ്, വെർബ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇതിന് എക്സാമ്പിൾ ആണ്. ഷീ സെൻഡ് മീ എ ലെറ്റർ, ഷീ സബ്ജക്റ്റ് ആണ്, സെൻഡ് വെർബാണ്, മീ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, എ ലെറ്റർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അങ്ങനെ കുറച്ച് എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, പഠിക്കാം. ദെൻ SVC എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, വെർബ്, കോംപ്ലിമെന്റ് അല്ലെ. ജോൺ ഈസ് ടോൾ, ജോൺ സബ്ജക്റ്റ് ആണ്, ഈസ് വെർബാണ്, കോംപ്ലിമെന്റ്. ജോണിനെ എങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യുന്നത്? നല്ല നീളമുള്ള ആളാണെന്ന് പറയുന്നുണ്ട്. ടോൾ എന്ന് പറയുന്നത് ഇവിടെ കോംപ്ലിമെന്റ് ആണ്. ദെൻ SVക്ക് എക്സാമ്പിൾ സബ്ജക്റ്റും വെർബും മാത്രമേ ഉള്ളൂ SVയിൽ ഉണ്ടാവുക അല്ലെ. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ ആണ്, സ്ലീപ്പ് എന്ന് പറയുന്നത് എന്താ? ഉറങ്ങാണെന്ന് പറയുന്നത് വെർബാണ് അല്ലെ. ദെൻ SVO എന്ന് പറയുന്നത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ദ വുമൺ ബിൽറ്റ് എ സ്ട്രോങ് വാൾ, അപ്പോ ദ വുമൺ സബ്ജക്റ്റ് ആണ്, ബിൽറ്റ് എന്ന് പറയുന്നത് വെർബാണ്, എ സ്ട്രോങ് വാൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഇനി SVOCക്ക് എക്സാമ്പിൾ ദേ കോൾഡ്, ഇവിടെ ദേ എന്നാണ് കേട്ടോ. ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, കോൾഡ് എന്ന് പറയുന്നത് വെർബ്, ഐൻസ്റ്റീന് ഒബ്ജക്റ്റ് ആണ്, പിന്നെ ജീനിയസ് എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ആണ്. SVOC ആണിത്, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, കോംപ്ലിമെന്റ്. ഇതിന് ഒരു എക്സാമ്പിളും കൂടി ഇവിടെ നോക്കാം. ഐ ഫൗണ്ട് ഹിം ക്രൈം, ഐ സബ്ജക്റ്റ് ആണ്, ഫൗണ്ട് എന്ന് പറയുന്നത് വെർബാണ്, ഹിം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്, ക്രൈം എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ SVOCക്ക് ഇതാണ് നമ്മളെ ഫസ്റ്റ് യൂണിറ്റിലുള്ളത്. അതായത് ബേസിക് ആയിട്ടുള്ള സെന്റൻസ് പാറ്റേൺ ആണ്. വേർഡ് ഓർഡർ അല്ലെങ്കിൽ സിൻടാക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. അതൊന്നും അങ്ങനെയൊന്നും ചോദിക്കൊന്നുമില്ല ഇതിൽ. ഒരിക്കലും ഡെഫിനിഷൻ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല.
ഇതിൽ ചോദിക്കുക ഇങ്ങനെ നമ്മൾക്ക് വർക്ക് പിന്നെ എക്സാമ്പിൾസ് തന്നിട്ട് ഇത് റീഅറേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ സെന്റൻസ് ഏത് തരത്തിലുള്ള സെന്റൻസ് ആണെന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ എസ് വിക്ക് ഒരു എക്സാമ്പിൾ എഴുതുക, അങ്ങനെയൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കൊണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ ഒന്ന് തറവാക്കി വെച്ചാൽ ഈ ഒരു ചാപ്റ്ററോടെ ക്ലോസ് ആവും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് യൂണിറ്റിൽ കാണാം. താങ്ക് യു.